ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. രാവിലെ വീട് പണിയുന്നിടത്ത് വന്നിട്ട് ഞങ്ങൾ ആദ്യമേ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ വീട് പണി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ മാറി വേറെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് കരിയില ഇഷ്ടംപോലെ വീണ് കിടപ്പുണ്ട്. ഞാൻ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നതും ചെടികൾ നനച്ചു കൊടുക്കുന്നതും ഒക്കെ. പിന്നെ ഇവിടെ വെള്ളത്തിനും നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമാണേ. അപ്പോൾ അതുകൊണ്ട് 3 ദിവസത്തിലെ കരിയില ഇതെല്ലാം അതെല്ലാം വാരി ഞാൻ ചാക്കിനകത്താക്കി വെക്കും. ചാക്കിനകത്താക്കിയിട്ട് ഞാനത് ചെടികളുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കും. കാരണം വേനലാണല്ലോ. വേനലാവുമ്പോഴത്തേന് ഇവിടെ വെള്ളത്തിൻ്റെ കുറവുള്ള സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വെള്ളം ഞാൻ 3 ദിവസത്തിലൊരിക്കലൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും കൂടെ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം വേനലിൽ ദിവസം വെള്ളം ഒഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, വെള്ളം കുറവും കൂടെ ഉള്ളിടത്ത് ദിവസം വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുള്ളൊരു കാര്യം അത്. കാരണം നമുക്ക് ടെൻഷനാവും. നട്ട ചെടികളൊക്കെ ഉണങ്ങിപ്പോകുമോ ദൈവമേ എന്നുള്ള ടെൻഷൻ ഒന്ന്. പിന്നെ വെള്ളം നമുക്ക് തികയുമോ എന്നുള്ള ടെൻഷൻ വേറൊന്ന്. അപ്പോൾ അതൊക്കെ 2-3 ദിവസം കൂടുമ്പം നമുക്ക് വെള്ളം ഒഴിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തോട്ടത്തിലേക്ക് ഇറങ്ങി. തെങ്ങിൻ്റെ ചുവട്ടിൽ നിറയെ ഓല കിടപ്പുണ്ട്. അപ്പോൾ ഓല മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തുമ്പോലകൾ മുറിച്ചെടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് ഞാൻ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെയിൽ കൊണ്ടിട്ട് നന്നായിട്ട് വാടിയിരിക്കുക. കാരണം വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല തോട്ടത്തിൽ. ആ ഭാഗത്ത് ഇതൊക്കെ നട്ട ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗം. ബാക്കിയെല്ലാം കാപ്പി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന് ചെടി നടാനും പറ്റത്തില്ല. നട്ട് കഴിഞ്ഞാലും ഇത് നന്നായിട്ട് വളർന്നു വരത്തില്ല, ചോലയുള്ളത് കൊണ്ട്. അപ്പോൾ വെയിൽ കിട്ടുന്ന ഭാഗം നോക്കിയിട്ടാണ് ഞാൻ നട്ടത്. അപ്പോൾ ഇപ്പോൾ വേനലായപ്പോഴത്തേന് അത് ഇച്ചിരി വെയിൽ കൂടുതലായി പോയിട്ട് വാടി പോവുക. അപ്പോൾ അതിന് ഞാൻ തുമ്പോല വെച്ചിട്ട് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് കളച്ച് ഇളക്കിയിട്ടിട്ട് മണ്ണിളക്കിയിട്ട് ഈ തുമ്പോല കുത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളറ്റം നന്നായിട്ട് കെട്ടിവെക്കും. കെട്ടിവെക്കുമ്പോൾ ഒരു ഉറപ്പുണ്ടാവും. അത് ഇങ്ങനെ കാറ്റത്തൊന്നും അലഞ്ഞു പോവത്തില്ല. ഇതൊക്കെ പണ്ടുള്ളവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ പ്രത്യേകമായിട്ട് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള ഷീറ്റുകൾ, ഈ നമ്മുടെ റൂഫിംഗ് ഷീറ്റ് ഉണ്ടല്ലോ, റൂഫിംഗ് ഷീറ്റിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ മുറിച്ചെടുക്കുന്ന വേസ്റ്റ് ഭാഗങ്ങളുണ്ടാവും. ഇത് വേറെ വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എനിക്ക് ഹസ്ബൻഡ് ഒരു 3-4 വർഷം മുന്നേ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. അതിങ്ങനെ വളച്ച് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിൽ ഇരിക്കും. അപ്പോൾ ആ ഓലയുടെ ചുറ്റും ഞാൻ അത് നല്ല ഫിക്സ് ആവുന്ന രീതിയിൽ അതങ്ങനെ വെച്ച് കൊടുത്തു. അതേപോലെ തന്നെ എല്ലാ ചെടിക്കും അതേമാതിരി ചോട്ടിൽ ഈ ഷീറ്റ് ഇങ്ങനെ വളച്ച് റൗണ്ടാക്കിയത് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ഞാൻ നടുന്ന സമയത്ത് ഈ എന്താ പറയുന്ന പന്നി, അതേപോലെ ഈ വലിയ എലിയുണ്ടല്ലോ പെരിച്ചാഴി ഇതൊക്കെ വന്നിട്ട് മുറിച്ചിടും, മാന്തി കളയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഇത്. അപ്പോൾ ഇത് വലിയൊരു ഉപകാരം ഇപ്പോൾ. എന്നിട്ട് ഇതിനകത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഞാൻ വാരി വെച്ച കരിയില നന്നായിട്ട് ഇട്ട് കൊടുക്കും. അതിൻ്റെ ചുവട്ടിൽ ആ ചെടിയുടെ ചുവട് കുറച്ചൊന്ന് വിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഷീറ്റിനോട് ചേർന്നിട്ട് നന്നായിട്ട് ലൈറ്റിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിയില ആയതുകൊണ്ട് പിന്നെ ചൂട് വലുതായിട്ടില്ല. പിന്നെ ഷീറ്റിൻ്റെ ചൂട് ഇങ്ങോട്ട് അടിക്കുകയില്ല. എന്നിട്ട് ഞാൻ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കും. വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം നനച്ചാൽ മതിയാവും. അപ്പോൾ എനിക്കതൊരു വലിയ ഒരു ആശ്വാസമാണ്.
കാരണം പണി നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് വലിയൊരാശ്വാസമായി. പിന്നെ ഞാൻ ഈ പറയുന്നത് എനിക്ക് വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നു കഴിഞ്ഞാലും ടെൻഷനാണ്. അയ്യോ നാളെ വെള്ളം ഒഴിച്ച് കാണുമോ, വാടിക്കാണോ, വെള്ളം ഒഴിക്കണ്ടേ, വെള്ളം ഉണ്ടോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്. പിന്നെ ഇപ്പം ഞാൻ ഈ നിറയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുമന്ന നെല്ലിക്ക എന്ന് പറയും. എന്ന് വെച്ചാൽ ലൂബിക്ക എന്നൊക്കെ പറയൂലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ ലൂബിക്ക ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. അപ്പം എനിക്ക് ലൂബിക്ക കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് ഇട്ടിട്ട് മുളപ്പിച്ച് അത് മുളപ്പിച്ചെടുത്തതാണേ. ആ തൈ ആയതുകൊണ്ടും കൂടെയാണ് നമുക്ക് അത്രയും ഒരു എന്താ പറയുന്നത്, കുഞ്ഞിലെ തൊട്ട് അതിൻ്റെ വിത്തിൽ നിന്ന് മുളച്ച് വന്ന് ഇത് കണ്ടില്ലേ, ഇത് വാടിപ്പോയിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. വാടിപ്പോയിട്ട് അത് പിന്നെ അതിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നുള്ള ഒരു ടെൻഷൻ, അത് കാരണം ഇപ്പം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടില്ലേ, അതിൻ്റെ മരമാണേ. ഇതൊക്കെ വെയിൽ കിട്ടുന്ന കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്താണ് ഞാൻ ഇതൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.